ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് അസസ്മെന്റിന് വന്നു. കുഞ്ഞിനോട് ഞങ്ങൾ ഒരു 3.5 മണിക്കൂറാണ് നമ്മുടെ ഡീറ്റെയിൽ ഇവാലുവേഷൻ. ആ കുഞ്ഞിന്റെ സ്ക്രീൻ ടൈം എത്രയാണെന്നറിയോ? ഒരു ദിവസത്തെ 14 മണിക്കൂർ. അതായത് ആ കുഞ്ഞ് 14 hours എ ഡേ മൊബൈലിലാണ്. രാവിലെ എണ്ണീക്കുമ്പോൾ മുതൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകും. ഒരു ജോലിക്കാരിയുണ്ട്. ഈ ജോലിക്കാരി രാവിലെ കാർട്ടൂൺ ഇട്ട് കൊടുക്കും. ഈ കുഞ്ഞിന്റെ ബ്രെയിനിൽ പ്രകൃതിയും മണ്ണും മരങ്ങളും മനുഷ്യരും ഭാഷയും കേൾക്കേണ്ട പ്രായത്തിൽ ഇത് കാണുന്നത് കാർട്ടൂണാണ്. ഈ കാർട്ടൂണുള്ള ഇമേജസ് ആണ് ഫാസ്റ്റ് മൂവിങ്. ഹൈപ്പർ ആക്ടിവിറ്റി എങ്ങനെ ഉണ്ടാവുന്നു? ഓഫ് കോഴ്സ് ഓട്ടിസത്തിന് ഒരു ജനറ്റിക് ബേസ് ഉണ്ട്. 2 ഓട്ടിസം ഉള്ള ഒരു കല്യാണം കഴിച്ചാൽ ഉണ്ടാവുന്ന കുഞ്ഞിനുണ്ടാവാൻ ഓട്ടിസം ഉണ്ടാകാനുള്ള സാധ്യത 50 to 75% ആണ്. ഡെഫിനറ്റ്ലി ജനറ്റിക് ബേസ് ഉണ്ട്. പക്ഷെ ഇന്ന് കണ്ടുവരുന്ന ഡിലേ, 1 വയസ്സായ കുഞ്ഞ് ഒറ്റ വാക്കിൽ ഏകദേശം ഒരു 5-6 കാര്യങ്ങൾ 10 വാക്കെങ്കിലും പറയണം. 2 വയസ്സായ കുഞ്ഞ് 2 വാക്ക് ചേർത്ത് സംസാരിക്കണം. അങ്ങനെ ഓരോ ഏജിലും ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ്. ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല. 4 വയസ്സായ കുഞ്ഞ് നറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഇതെല്ലാം ഡിലേഡ് ആണ്. അതിനുള്ള മെയിൻ കാരണം ഇന്നത്തെ പേരൻസിന്റെ പേരന്റിങ് തന്നെയാണ്. അതിൽ ഒരു സംശയവും ഇല്ല. കാരണം ഒരു കുഞ്ഞിനോട് സംസാരിക്കുക, ഒരു ദിവസം 3 മണിക്കൂർ പോലും ഒരു പേരന്റ് സംസാരിക്കുന്നില്ല. ഒരു കുഞ്ഞിന് നിങ്ങളുടെ വേണ്ടത് നിങ്ങളുടെ ബാങ്കിലുള്ള ആധാരവോ നിങ്ങളുടെ ബാങ്കിലെ ബാലൻസോ അല്ല. ഒരു കുഞ്ഞിന് എന്താണ് ഒരു രക്ഷകർത്താവ്? സമയം. ഇത് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ കൊടുക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞ് 4.5 വയസ്സിൽ പോലും 2 വയസ്സിൽ 1 വയസ്സിന്റെ ഡെവലപ്മെന്റ് ഇല്ല. ഇതുകൊണ്ട് എന്തോ പറ്റുന്നേ? സ്കൂളിൽ ചേർക്കാൻ പറ്റത്തില്ല. കാരണം സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ കുട്ടി വർത്താനം പറയണം, അമ്മ ചോദിക്കുന്നതിന് മറുപടി പറയും. ഇതൊന്നും വിദൂരമല്ല. 52 ഒരു കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണ്. 100-ൽ ഇന്ത്യൻ ജേർണൽ ഓഫ് സൈക്കാട്രി പറയുന്നത് 100-ൽ 35% കുട്ടികൾക്ക് സം പ്രോബ്ലം ഓഫ് ദി അതർ ഉണ്ടെന്നാണ് പറയുന്നത്. എനി കൈൻഡ് ഓഫ് ഡെവലപ്മെന്റൽ നീഡ്സ് ഉണ്ട്. അത് പഠന വൈകല്യമാവാം, ഭാഷയിലുള്ള ബുദ്ധിമുട്ടാവാം, പഠിക്കാനുള്ള എന്തുമാവാം. അപ്പം ഇതിന് ഒരു പരിധി വരെ ഞാനും നിങ്ങളും അടുത്ത തലമുറയൊക്കെ ബാധ്യസ്ഥരാണ്. നമ്മളെല്ലാവരും റെസ്പോൺസിബിൾ ആണ്. അപ്പം ഈ അടുത്തിടെ ഒരു അമ്മ, IT ഫീൽഡിൽ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നു. ഞങ്ങളിവിടെ വരുന്നതിൽ 48 പേര് മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ കുഞ്ഞുങ്ങളാണ്. 7 പീഡിയാട്രീഷ്യൻസ് 1 വർഷമായിട്ട് ജോലിക്ക് പോകാതെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ വരുന്നുണ്ട്. ഇതൊന്നും ഒരു സൊസൈറ്റിയിൽ ഇവർക്ക് വരത്തില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ട്രേറ്റായിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. ആ അമ്മ എന്നോട് പറഞ്ഞു, മാം കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ലീവ് എടുത്തു, കൊച്ചിനെ നോക്കുക. ഓക്കെ, ഞാൻ ചോദിച്ചാൽ എത്ര നേരം കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കും? അതൊരു 4 മണിക്കൂർ വാട്സാപ്പ്, 3 മണിക്കൂർ ഫേസ്ബുക്ക്, പിന്നെ 1 മണിക്കൂർ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ദിവസത്തിൽ 8 മണിക്കൂർ തീർന്നു. പിന്നെ നിങ്ങൾ ലീവ് എടുത്ത് എന്തിനാണ് ഇരിക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് സമയം. ഒരു രക്ഷകർത്താവ്, ഒരു കുഞ്ഞി ഭൂമി ജനിച്ചു വീഴുന്നത് നിങ്ങളോട് ചോദിച്ചിട്ടല്ല. ലൈക്ക് അത് നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ, അല്ലാതെ കുഞ്ഞ് സ്വന്തമായിട്ട് ജനിച്ചു വീഴുന്നതല്ല. ഒരു പേരൻറ്റിൻ്റെ കടമ നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതില്ലെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധത്തിൽ പരിചയത്തിലോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതൊരു ഭയങ്കരമായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന, ഞങ്ങൾക്ക് ഇന്ന് ആസ് ഓഫ് ടുഡേ 52 കുഞ്ഞുങ്ങൾ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അത്രയും കുഞ്ഞുങ്ങൾ വെയിറ്റിംഗ് ആണ്, സ്കൂളിൽ പോകാൻ പറ്റാതെ. സ്കൂളിൽ അവർ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? 40 കുഞ്ഞുങ്ങളുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുഞ്ഞിനോട് 10 പ്രാവശ്യം ടീച്ചറിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് നല്ലൊരു ശതമാനം. കഴിഞ്ഞൊരു തലമുറയിൽ ഗ്രാൻഡ് പേരൻസും ബന്ധുക്കളും ഏറ്റെടുത്ത് ചെയ്തിരുന്ന ഒരു റോൾ ഇന്ന് ചെയ്യാൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. ദേ ആർ ഹെൽപ്ലെസ്. ഒരു കുഞ്ഞ് എന്താ വേണ്ടേ അത് ഇറങ്ങിപ്പോയി നാട്ടുകാരോട് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങളത് വീട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് വേണ്ട എക്സ്പോഷർ കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും കടമയുള്ളവരാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് കുറച്ച് കരുണ കാണിക്കുക, അവരെ മനസ്സിലാക്കുക. കുഞ്ഞെന്ന് പറഞ്ഞാൽ 40 വയസ്സുള്ള ഒരാൾ കസേര രാവിലെ മുതൽ കൈയും കെട്ടിയിരിക്കുന്നതല്ല കുഞ്ഞ് ഇസ് മെന്റ് ടു എക്സ്പ്ലോർ തിങ്സ്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ എല്ലാവരും കടമപ്പെട്ടവരാണ്. ഈ ഒരു മൂവി എന്ന് പറയുന്നത് ടീനേജേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ടീനേജേഴ്സിനെ പറ്റി ഒരു വാക്ക്, എല്ലാവരും കുട്ടികളെ കുറ്റം പറയും. മൊബൈൽ യൂസ് ചെയ്യുന്നു, ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നു. ടീനേജ് കൗൺസിലിംഗ് സെന്റർ നമുക്കുണ്ട്. അവിടെ ഈ അടുത്തിടെ വന്ന ഒരു കേസ്, ഒരു കുഞ്ഞ് 13 വയസ്സുള്ള ഒരു മകൾക്ക് അവളുടെ ഏറ്റവും വലിയ ശത്രു അമ്മയാണ്. അമ്മയെ കൊല്ലാനാണ് കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത്, ഒരു മകള്. അപ്പം ഇത് കൗൺസിലർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മാം ഇത് ഭയങ്കര പ്രശ്നമാണ്, ഈ കുഞ്ഞ് വേറൊരു ലെവലിലേക്ക് പോയിരിക്കുക. അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അമ്മയ്ക്കാണ് കൗൺസിലിംഗ് ആവശ്യം. അവസാനം പേഷ്യൻറ്റിനെ മാറ്റി, കൊച്ചിനെ മാറ്റി അമ്മയെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങി. അവസാനം ഇന്ന് അവർ അമ്മയും മോളുമായിട്ട് ജീവിക്കുന്നു, ചുരുക്കി പറഞ്ഞ. കാരണം ഈ കുഞ്ഞിന് യാതൊരുവിധ ഇമോഷണൽസ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലായി, ടീനേജ് എന്ന് വെച്ചാൽ എന്താണ്? ടീനേജേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രായമാണ്. ഈ പ്രായത്തിൽ ഒരു കുഞ്ഞ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് 100% ഇമോഷണൽ സപ്പോർട്ടാണ്. അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ്, അവരുടെ പ്രായപൂർത്തിയാവുന്ന ഒരു പ്രായത്തിൽ പേരൻസ് എത്രമാത്രം അകലുന്നോ അത്രമാത്രം കുട്ടികൾ മറ്റു സോഴ്സിലേക്ക് പോകാൻ താല്പര്യപ്പെടും. എന്തുകൊണ്ട്
കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നു? ഫ്രീ ടൈം ഉള്ളതുകൊണ്ട്. ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധിവികാസവും ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ 3-4 ഇരട്ടിയാണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കുട്ടികളെ ഭാഗവാക്കുകളാക്കണം. നിങ്ങൾ കടയിൽ പോകേണ്ട സമയത്ത് നിങ്ങൾ കടയിൽ പോകരുത്, കൊച്ചിനെ കടയിൽ വിടണം. അവർക്ക് ചെയ്യാനൊന്നുമില്ല. അവർക്ക് എനർജി ഉണ്ട്, ഫിസിക്കൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരമില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, ഇത് ഉപയോഗിക്കാൻ ഒരു ചാൻസ് ഇല്ല. ഒരു ചെറിയ ഉദാഹരണം, ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഈ പ്രസംഗിച്ചിട്ട് എൻ്റെ മോള് 365 ദിവസം മൊബൈൽ യൂസ് ചെയ്തത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും പറ്റില്ല. കാരണം ഇതുപോലെ ഒരുപാട് വേദികളിൽ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ മോളുടെ സ്കൂൾ ടൈം 12:30 വരെയാണ്. അപ്പം ഞാൻ ഒരു കാരണവശാലും മൊബൈൽ കൊടുക്കില്ല. ഷീസ് 13. അപ്പം ഞാൻ എന്ത് ചെയ്യും? അവസാനം എന്ത് വെച്ചാൽ, ഷീസ് ആൻ ഇന്റേൺ ഇൻ മൈ ഹോസ്പിറ്റൽ ഫ്രം 12:30 to 5:30 ഇൻ ദി ഈവനിങ്. അവിടുത്തെ ഡിസ്ചാർജ് റിപ്പോർട്ട്, അസസ്മെന്റ് റിപ്പോർട്ട് ഇതെല്ലാം ടൈപ്പ് ചെയ്യണം. 5:30 കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലെ ഹോംവർക്ക് കാര്യങ്ങൾ ചെയ്യുക, വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കുക, പത്രത്തിന്റെ പൈസ കൊടുക്കുക, ഫോൺ ബില്ല് അടയ്ക്കുക, വീട്ടിലെ ദൈനംദിന ഗ്രോസറിയുടെ ലിസ്റ്റ്, ഇതെല്ലാം മകളുടെ ഉത്തരവാദിത്വമാണ്. ഇതെല്ലാം പുള്ളിക്കാർ ചെയ്തേ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. പിന്നെ മൊബൈലും ഗാഡ്ജറ്റ്സും ചോദിക്കാൻ ആൾക്ക് ടൈമില്ല. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അതല്ലാതെ ഇവരെ ദൈനംദിന മൊബൈൽ യൂസ് ചെയ്യുന്നതിന് കുറ്റപ്പെടുത്താനുള്ള ഒരു അവകാശം നമുക്കില്ല. ഇവരെ എങ്ങനെ നമ്മൾ എൻഗേജ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു തീമിൽ ഇങ്ങനൊരു മൂവി എടുത്തു. ഇതൊരു സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ ആവശ്യമാണ്. ഇത്രയും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി ഈ വർക്ക് ചെയ്ത ഈ ടീമിന് എൻ്റെ എല്ലാവിധ, ഞങ്ങളുടെ ജുവൽ ഓട്ടിസം സെന്ററിലെ ഞങ്ങൾ വലിയൊരു ടീമാണ്, 114 പേരാണ് ഞങ്ങളുടെ സ്റ്റാഫ് ടീമിലുള്ളത്. ഞങ്ങളുടെ ഓരോ പ്രൊഫഷണൽസിൻ്റെയും ഞങ്ങളുടെ മാനേജ്മെന്റിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊരു വൻ വിജയമാവട്ടെ. വിജയം എന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളിൽ ഇതൊരു മാറ്റം ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യട്ടെ. ഒരുപാട് രക്ഷകർത്താക്കൾക്ക് ഇതൊരു ഐ ഓപ്പണർ ആവട്ടെ. ഇതിൽ വർക്ക് ചെയ്ത നന്ദു സാർ ഇവിടെ ഉണ്ട്. അതുപോലെ ഓരോരുത്തരോടും എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. The whole team of Jewel appreciate you. Thank you so much for this wonderful opportunity.